കാരണം വാറണ്ടി ഉള്ള പാർട്സിന് പോലും ചിലപ്പോൾ ഒരു വാറണ്ടി കൊടുക്കാറില്ല. എന്തുകൊണ്ട്? വീണ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ക്ലച്ച് മാറി കിട്ടും. അതായത് അഫക്റ്റഡ് പാർട്സും ഡിഫക്റ്റഡ് പാർട്സും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം എടുക്കുന്ന സമയത്ത് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി ഒന്നും ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കാണിക്കാറില്ല. ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് കൂടി ഇട്ടേക്കുക, ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വാഹനം നോർമൽ മേടിക്കുന്ന സമയത്ത് തന്നെ ഒരു നോർമൽ വാറണ്ടി വാഹനത്തിന് കിട്ടുന്നുണ്ട്. പൊതുവേ 3 വർഷമാണ് നോർമൽ വാറണ്ടി മിക്ക കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നത്. ചില കമ്പനീസ് അതിൽ താഴെയാണ് കൊടുക്കുന്നത്. എന്നാൽ മിക്ക കമ്പനീസും എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കാറുണ്ട്. പക്ഷേ അത് പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഈ പേയ്മെൻറ്റ് മേടിച്ച് ഒരു 3 years ഒക്കെ ആയിരിക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ഒരു 6 years നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുന്നുണ്ട്. എന്നാൽ ഈ എക്സ്റ്റൻഡഡ് വാറണ്ടി കൊണ്ട് എത്ര പേർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും MJ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വാഹനത്തിന് വാറണ്ടി ഉണ്ടോ ഇല്ലയോ, കൃത്യമായിട്ട് കംപ്ലയിൻറ്റ്സ് വരുന്ന അനുസരിച്ച് കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്ത് വിട്ടോണം. അത് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. അതായത് നിങ്ങളുടെ ഈ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്സിന് കംപ്ലയിൻറ്റ് വന്നു, അത് മാറണമെന്ന് നമ്മൾ ഷോറൂമിൽ കൊടുത്ത സമയത്ത് അവിടുത്തെ സർവീസ് അഡ്വൈസർ പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് റീപ്ലേസ് ചെയ്യാൻ പറയണം. പക്ഷേ നമ്മൾ ഒരു കാര്യം ചോദിച്ചിരിക്കണം, ഈ വാഹനത്തിന് അല്ലെങ്കിൽ ഈ മാറുന്ന പാർട്സിന് വാറണ്ടി കിട്ടില്ലേ? ചിലപ്പം ചോദിക്കുമ്പോഴേ അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല, ഈ പാർട്സിന് വാറണ്ടി ഇല്ല സാർ എന്നായിരിക്കും ചിലപ്പോൾ പറയാതെ. പക്ഷേ എന്തുകൊണ്ട് വാറണ്ടി കിട്ടില്ല നമ്മൾ തന്നെ ചോദിക്കണം. കാരണം വാറണ്ടി ഉള്ള പാർട്സിന് പോലും ചിലപ്പോൾ ഒരു വാറണ്ടി കൊടുക്കാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി അപ്രൂവ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് ഏത് സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വാഹനം ആയിക്കോട്ടെ, അപ്രൂവ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മുടെ വാഹനത്തിന് സ്പെസിഫൈ ചെയ്ത് വന്നിരിക്കുന്ന കംപ്ലയിൻറ്റ്, അത് റെഗുലറായിട്ട് കിട്ടുന്നൊരു കംപ്ലയിൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ആശ്വാസമുണ്ട്. ഈ പറയുന്ന ഒരു കംപ്ലയിൻറ്റ് വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് എന്തുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചു, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്, ഈ കംപ്ലയിൻറ്റ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അവർക്ക്, അതായത് കമ്പനിക്ക് ഇവിടെയുള്ള സർവീസ് അഡ്വൈസറോ അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസറോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് സമയം പോവും. സമയമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മളൊരു വാഹനം സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ, ഇന്ന് കൊടുത്താൽ ഇന്ന് തന്നെ കിട്ടണം. പക്ഷേ വാറണ്ടിയുടെ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് കൊടുത്താൽ ഇന്ന് ഒരിക്കലും കിട്ടില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് അത് അപ്രൂവലിന് വേണ്ടി കൊടുത്ത് അപ്രൂവൽ ആയതിനു ശേഷം മാത്രം നമുക്ക് ആ പാർട്സ് മാറാൻ പറ്റത്തുള്ളൂ. എന്നാൽ പല കസ്റ്റമേഴ്സിനും വെയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതേ സ്ഥാനത്ത് ഒരു നോർമൽ വാറണ്ടി ആണെങ്കിൽ നമുക്ക് ഈ ഒരു അപ്രൂവലിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ്. ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്, ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിന് എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എടുത്തിട്ടോണം. പക്ഷേ ഈ എക്സ്റ്റൻഡ് വാറണ്ടി എത്ര പേര് വാങ്ങിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ മേലാത്തൊരു കാര്യം. കാരണം പലരും ചെന്ന് ചോദിക്കുമ്പോൾ വാറണ്ടി കിട്ടില്ല അത് നോക്ക് മാറിക്കോ, ഏതാ പേയ്മെൻറ്റിന്. എന്നാൽ എന്തുകൊണ്ട് എനിക്ക് വാറണ്ടി കിട്ടില്ല എന്ന് ചോദിക്കുക. വാറണ്ടി കിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് എന്ത് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ അറിയുക. കാരണം എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞൊരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് വാറണ്ടിയിൽ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാം ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ വാറണ്ടി കിട്ടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഒരു വൈപ്പർ ബ്ലേഡ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു വൈപ്പർ ബ്ലേഡിന് നമുക്ക് വാറണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇതൊരു റബ്ബർ പാർട്ടാണ്. ക്ലച്ചിന് വാറണ്ടി കിട്ടുമോ? കിട്ടും. പക്ഷേ ചില കണ്ടീഷൻസിൽ മാത്രം നമുക്ക് വാറണ്ടി കിട്ടാറുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് ഓയിൽ സീലിന് കംപ്ലയിൻറ്റ് വന്നു. ആ ഓയിൽ സീൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഓയിൽ സീലിന് നമുക്ക് വാറണ്ടി കിട്ടുന്നതാണ്. ആ ഓയിൽ സീലിൻ്റെ പ്രശ്നം കൊണ്ട് ക്ലച്ചിലോട്ട് ഈ പറഞ്ഞ ഗിയർ ഓയിൽ വീണ ക്ലച്ചിന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ക്ലച്ച് മാറി കിട്ടും. അതായത് അഫക്റ്റഡ് പാർട്സും ഡിഫക്റ്റഡ് പാർട്സും, അതായത് ഡിഫക്റ്റഡ് പാർട്സ് കൊണ്ട് അഫക്റ്റ് ആയിരിക്കുന്ന പാർട്സിന് വാറണ്ടി കിട്ടാനുള്ള ചാൻസസ് മാത്രമല്ല കിട്ടും, അത് ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ ഇവർ ചാൻസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കണം എനിക്കത് വേണം, അല്ലെങ്കിൽ അടുത്ത പ്രൊസീജിയർ എന്താണ്. പലർക്കും എന്താണ് ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ് പലർക്കും പണി കിട്ടുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓരോ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് നോക്കുക.